ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച ഒരു ലഞ്ചറിയിലാണ്. ലഞ്ചറിയിലല്ല, ഒരു പൊതിച്ചോറിലാണ്. അപ്പോൾ വേഗം നമുക്ക് പണി തുടങ്ങിയാലോ. നല്ല ഒരു വഴുതനങ്ങ ഫ്രൈ, അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ ഫ്രൈ. അതിനു വേണ്ടി 2 വലിയ വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നീളത്തിലോ വട്ടത്തിലോ ഒക്കെ നമുക്കെടുക്കാം. അതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ കറിയൊക്കെ കളയാനായി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. കറിയൊക്കെ കളഞ്ഞ വഴുതനങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളകും ഒരല്പം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ചധികം സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ എന്താ, ഇതിനടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊരു ഫ്രൈ ആക്കി എടുക്കാം. കുറച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുത്താൽ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയായി. ചോറിനൊപ്പം ഈ വഴുതനങ്ങ ഫ്രൈ മാത്രം മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിന് വഴുതനങ്ങ ഫ്രൈ മാത്രമല്ല, ഒരു മെഴുക്കുവരട്ടിയും ചമ്മന്തിയും പിന്നെ ഒരു കുഞ്ഞൻ കൊഞ്ച് പൊരിച്ചതും ഉണ്ട്. ചോറും വഴുതനങ്ങ ഫ്രൈ ആയി. ഇനി എന്താ, ഒരു കുഞ്ഞൻ മെഴുക്കുവരട്ടി. അതിലേക്കും ഞാൻ കുറച്ച് വഴുതനങ്ങ തന്നെ ഇട്ടേക്കുന്നത്. വഴുതനങ്ങയും സവാളയും പിന്നെ പൊട്ടറ്റോ ഇല്ലാതെ എനിക്ക് പൊതിച്ചോറ് കെട്ടാൻ പറ്റില്ല. പൊട്ടറ്റോ ഒരു വീക്ക്നെസ്സാണ്, എന്ത് ചെയ്യാനോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും സവാളയും പിന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ ഈസി ടേസ്റ്റി മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി നമ്മുടെ കുറച്ച് കൊഞ്ചിനെ കൂടെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അല്പം കുരുമുളക് പൊടിയും ഉപ്പും എണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ചാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് എണ്ണയിൽ നല്ലതുപോലെ വറുത്തെടുത്തു. ഇനി എന്താ, കുറച്ച് ചോറും കറികളും ഒക്കെ ആയി നമുക്ക് നമ്മുടെ പൊതി കെട്ടാം. ബസ്മതി റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ബസ്മതി റൈസ് നമ്മുടെ തൂശനിലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ പൊരിച്ചത് ഒരു സൈഡിൽ വയ്ക്കാം. പിന്നെ നമ്മുടെ വഴുതനങ്ങയും പൊട്ടറ്റയും ഉള്ളിയും ഒക്കെ ഇട്ട് നമ്മുടെ മെഴുക്കുവരട്ടി വയ്ക്കാം. കൂടെ നമ്മുടെ കുറച്ച് കൊഞ്ച് വറുത്തതും വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചമ്മന്തി വയ്ക്കാം. ചമ്മന്തിയുടെ റെസിപ്പി എടുക്കാൻ ഞാൻ മറന്നുപോയി. ഒന്നുമില്ല, തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ പുളിയും ഉപ്പും കൂട്ടി നല്ലതുപോലെ വേണം അല്ലെങ്കിൽ മിക്സിയുടെ അരച്ചെടുത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡി. ഇനിയൊരു അവസരത്തിൽ ചമ്മന്തി റെസിപ്പി ഇടാം. എന്നിട്ട് എല്ലാം കൂടെ നമ്മുടെ പൊതിയിൽ വെച്ച് നല്ലതുപോലെ കെട്ടി അടച്ച് വയ്ക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഈ പൊതി ഒന്ന് പിരിക്കണം. ഓ, എന്താ ടേസ്റ്റ്! കൊഞ്ചും വഴുതനങ്ങ ഫ്രൈയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നമ്മുടെ മുട്ടയെ ഒന്ന് സൈഡാക്കിയത്. ഇല്ലെങ്കിൽ ഇതിനൊപ്പം ഒരു മുട്ട ഓംലെറ്റും കൂടെ പതിവാണ്. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിക്കണം. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കുക.